ഹേ ഓൾ വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ. ഇതിൽ പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാകും, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇന്നാണ് വിഷു 2026. ഇതെൻ്റെ തേർഡ് വിഷു ആണ് കേട്ടോ. അതിൽ ആദ്യത്തെ വിഷു ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലായിരുന്നു. രണ്ടാമത്തെ വിഷു തൊട്ടാണ് ഞാൻ ശരിക്കും കണി കാണാൻ തുടങ്ങിയത്. ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ കണി കാണൽ പരിപാടിയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതായത് ഞാൻ രാവിലെ എണീറ്റ് ആദ്യം ഒരു കണി കണ്ടു. പക്ഷേ അമ്മയ്ക്ക് ഒരേ നിർബന്ധം ഞാൻ പുതിയ ഡ്രസ്സിട്ട് കണി കാണണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്. എന്നാലല്ലേ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. എന്തായാലും എന്നെ കുറച്ച് വൃത്തിയിൽ ഒരുക്കുന്നുണ്ട്. എന്തായാലും നമുക്കിവരെന്തൊക്കെയാ ചെയ്ത് വെച്ചേക്കണേന്നൊന്ന് നോക്കാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് രണ്ടാമത്തെ കണി കാണാൻ പോകാൻ സമയമായിരിക്കുകയാണ്. ഇതാണല്ലേ കണി? കൊള്ളാലോ സംഭവം. ഞാൻ രാവിലെ ശരിക്കും കണ്ടില്ലാന്ന് തോന്നുന്നു. ഉറക്കപ്പിച്ചിലായതുകൊണ്ട് ഇതൊന്നും ശരിക്കും നോക്കാൻ പറ്റിയില്ല. എന്തായാലും ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ഈശ്വര ഭഗവാനെ, എന്നെ മാത്രം രക്ഷിക്കണേ. വിഷുക്കൈനീട്ടം. ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഒരു വർഷത്തോളം കാത്തുനിന്നത്. കഴിഞ്ഞ വർഷത്തെ വിഷു കൈനീട്ടം മൊത്തം അമ്മയും അച്ഛനും കൂടി കൊണ്ടുപോയി. ഈ വർഷത്തെങ്കിലും എനിക്ക് കിട്ടണം. അത് ഞാൻ ആർക്കും കൊടുക്കില്ല, തരില്ല ഞാൻ. അയ്യോ, ഇത്രേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചായിരുന്നു. അടുത്താൾ വരുന്നുണ്ടല്ലോ. പോതോട്ടെ. ഇനി നമുക്ക് കുറച്ച് ഇൻസ്പെക്ഷൻ പരിപാടിയിലേക്ക് പോകാം. ഇതിന് നല്ല ആട്ടം ഉണ്ടല്ലോ. ഇതാര വെച്ചത്? ഇത് വെച്ചതൊന്നും ശരിയില്ലല്ലോ. കൊള്ളാലോ ഷോള്. ഇത് എനിക്ക് തന്നോടി. ഇത് ഇങ്ങനെയല്ലല്ലോ വെക്കേണ്ടത്. കുറച്ച് ഇങ്ങോട്ടേക്ക് ശരിയനായിരുന്നല്ലോ. എന്തായാലും കണി കാണൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. തീറ്റ മത്സരം. ഇവിടെ ഇപ്പം വിഷു ആയതുകൊണ്ട് ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഇതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. എന്തായാലും എന്നെപ്പോലുള്ള 2 പാവന്മാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ മിച്ചറ് തിന്നോളാം. നിങ്ങൾക്ക് വേണോ മിച്ചറ്? അമ്മ ഇപ്പൊ എന്നെയും കൂട്ടി കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട ഗൈസ്. ഞാൻ പിന്നെ വെറുതെ അങ്ങ് നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ. വെറുതെ ഇരിക്കട്ടെ. ഇതൊന്നും കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട ഗൈസ്. ഞാൻ ഇവരെ കൂടെ ജസ്റ്റ് ഒന്ന് ഇരിക്കുന്നേ ഉള്ളൂ. അവരുടെ ടച്ചിങ്സ് അടിച്ചു മാറ്റാൻ. വേറെ പരിപാടികളൊന്നുമില്ല. ഇവരെന്നെ മോശമാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനൊന്നും നിന്ന് കൊടുക്കില്ല ഗൈസ്. നിങ്ങൾ ആരും പേടിക്കണ്ട. ഇനി അടുത്തത് നമ്മൾ സദ്യയിലേക്ക് പോവുകയാണ്. അതാണല്ലോ വിഷുവിൻ്റെ അടുത്ത മെയിൻ പരിപാടി. ഇതെല്ലാവരും കൂടി സദ്യയൊക്കെ വിളമ്പുന്നുണ്ട്. എന്തൊക്കെയോ ഐറ്റംസൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ പേര് ചോദിച്ചാൽ എനിക്കൊന്നും അറിഞ്ഞൂടാ. കഴിക്കുക, തിന്നുക, ഉറങ്ങുക, അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. ഇതൊക്കെ കണ്ട് കൊതിയാവുക. എൻ്റെ ഈ ആവേശമൊന്നും കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. ഞാൻ ഇതൊന്നും മൊത്തം കഴിക്കാൻ പോകുന്നതേ ഇല്ല. ഞാൻ പൊതുവേ ഡയറ്റിലാണ്, അതുകൊണ്ട് ഒന്നും കഴിക്കാറില്ല. ഇന്ന് പിന്നെ വിഷുവൊക്കെ ആണല്ലോ, കുറച്ചെങ്കിലും കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ആരും വേറൊന്നും വിചാരിക്കണ്ട. പിന്നെ കുറേ ഐറ്റംസൊക്കെ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പൂതിക്ക് കഴിക്കുന്നേ ഉള്ളൂ. പൊതുവേ എനിക്ക് സ്ലിം ബ്യൂട്ടിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പൊതുവേ ഫുഡൊന്നും കഴിക്കാറില്ല. എല്ലാവരും കൂടി എന്നെ തീറ്റിക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് തിന്നോളാം. ആരും പറഞ്ഞാൽ കേക്കിൽ നിന്ന് എന്നെ ഒറ്റയ്ക്ക് തിന്നാൻ വിടുകയില്ല. ഞാൻ നല്ല കുട്ടിയായിട്ട് തിന്നവർക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടൂ. അപ്പം ഇതെല്ലാവരും കൂടി സദ്യയൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാൻ. ഞാൻ ചോറൊക്കെ തിന്നു. ഇനി അടുത്തത് എൻ്റെ പപ്പടം തീറ്റയാണ്. എനിക്ക് പപ്പടം കണ്ടാൽ എന്താണെന്നറിയില്ല, ഞാൻ എവിടെ നിന്നായാലും അടിച്ചു മാറ്റും. അതെൻ്റെ മെയിൻ ഹോബിയാണ്. എന്നെ പപ്പട തീറ്റ മത്സരത്തിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും ഫസ്റ്റ് അടിക്കുക. ഇപ്പം ഞാൻ വയറൊക്കെ നിറച്ച് നല്ല ഇതിൽ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് പറയുന്നത് കളിക്കുക. നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. മെയിനായിട്ട് ഇങ്ങനെ കളിക്കുക, തിന്നുക, ഉറങ്ങുക, അപ്പിടുക. വേറെ എന്ത്? ഇതൊക്കെ തന്നെ സുഖജീവിതം, അല്ലാതെ എന്ത് പറയാനോ. ഇനി കുറച്ച് അച്ഛനെ ശല്യപ്പെടുത്താം. ഇങ്ങനെ കുറേ സമയം മുറ്റക്ക് കളിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ നമ്മൾ അച്ഛനെ ശല്യപ്പെടുത്തുന്നു. അതാണ് ഇനി നെക്സ്റ്റ് പരിപാടി. ഞാനിപ്പോൾ കുറച്ച് ഡാൻസ് സ്റ്റെപ്പൊക്കെ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അതൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ
ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോ എനിക്ക് എൻ്റെ ഉച്ചമയക്കത്തിനുള്ള സമയമായിരിക്കുകയാണ്. ഈ തന്ത എന്താ അവിടെ തന്നെ നിൽക്കുന്ന? എൻ്റെ കൂടെ വാർന്നേ. അയ്യോ എൻ്റെ കാല് പൊള്ളിയേ. അയ്യോ അയ്യോ. ഇനി എൻ്റെ ഉച്ചമയക്കത്തിനുള്ള സമയമായിരിക്കുകയാണ്. ഞാൻ ഉറങ്ങുകയാണ് ഗൈസ്. അപ്പോ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്.